പെഹൽഗാം ആക്രമണത്തിന് പിന്നിൽ TRF എന്ന ഭീകര സംഘടനയായിരുന്നു. അവരെ ഭീകര പട്ടികകളിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക. ആ അമേരിക്കയുടെ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണയാണ് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ സമ്മർദ്ദം പാകിസ്ഥാനെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? പാകിസ്ഥാനേക്കാൾ കൂടുതൽ അത് സ്വാധീനിച്ചത് അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് ഇപ്പോൾ ഈ വിഷയത്തിൽ പഹൽഗാം ആക്രമണത്തിനും അതിന് മറുപടിയായിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ, അത് ലോകമെങ്ങും അതിന് വലിയ സ്വീകാര്യത കിട്ടി. അതിനെ അംഗീകരിച്ചു ലോകം. എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭീകരതയോട് നല്ല ഒരു ഭീകരതയോടും സന്ധി വേണ്ട, അടിച്ചാൽ തിരിച്ചടിക്കണം. പൊതുവെ ഇന്ത്യ മറ്റു രാജ്യങ്ങളെ ഒരു തരത്തിലും ശല്യപ്പെടുത്താറില്ല. മറ്റു രാജ്യങ്ങളിൽ പോയി അവിടെ ചാരപ്രവർത്തനം നടത്തി അവരെ ഇന്ത്യയുടെ വരുതിക്ക് കൊണ്ടുവരുന്ന ഒരു ശീലം പണ്ട് തൊട്ടേ നമുക്കില്ല. അതേസമയം ഇന്ത്യക്കുള്ളിൽ നുഴഞ്ഞു കയറി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ, ഇന്ത്യയുടെ പരമാധികാരം ചോദ്യം ചെയ്യാൻ ഒക്കെ പല രാജ്യങ്ങളും തയ്യാറായിട്ടുണ്ട്. 1947 ഓഗസ്റ്റ് 15 ശേഷം നമ്മളത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് പഴയ USSR ആകട്ടെ, ചൈനയാകട്ടെ, അമേരിക്കയാകട്ടെ, ഈ പാകിസ്ഥാനും ബംഗ്ലാദേശ് ഉണ്ടായതിനു ശേഷം അവരും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഇതിന് ശ്രമിച്ചിട്ടുണ്ട്. പലരുടെ ശ്രമത്തിനും സഹായവും ചെയ്തിട്ടുണ്ട്. ഈ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒക്കെ അത്രയേ പറ്റുള്ളൂ. പക്ഷേ ഇത് ഇന്ത്യ ഇന്ന് വരെ അങ്ങോട്ട് പോയി ഒരിടത്തും ചൊറിയാനും മാന്താനും ഒന്നും പോയിട്ടില്ല. ആരുടെയും അതിർത്തി മാന്താൻ ഇന്ത്യ പോയിട്ടില്ല. ഈ സർവേ കല്ല് കുഴിച്ച് രാത്രിയാവുമ്പം മാറ്റി അപ്പുറത്തിട്ട് ഈ ഭൂമി പിടിച്ചെടുക്കുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടല്ലോ. അതുപോലെയുള്ള കള്ളപ്പരിപാടികൾക്കൊന്നും ഇന്ത്യ ശ്രമിച്ചിട്ടില്ല. നമ്മുടെ സൈന്യത്തെ നമ്മൾ അതിനു വേണ്ടി ദുരുപയോഗം ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്കൊരു വലിയ അക്സെപ്റ്റൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എന്തിന് ഓപ്പറേഷൻ സിന്ദൂർ നടത്തി, എന്തുകൊണ്ടിത് നടത്തേണ്ടി വന്നു, നമ്മളിത് ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്, ഈ കാര്യം ലോകത്തെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് പറ്റി. അതായത് ഞങ്ങളിത് ചെയ്തത് ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തി, ഇത്ര പേരെ മതം ചോദിച്ച് ഉടുതുണി അഴിച്ച് പരിശോധിച്ച് കൃത്യമായിട്ടും അവർ അമുസ്ലിങ്ങളാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് കൊലപ്പെടുത്തി. ഇത് ചെയ്തത് പാക് ഭീകരർ. അത് പണ്ടും ഒരു രീതിയാണല്ലോ. പാക് സൈനികർ തന്നെ ഇന്ത്യയിൽ ആക്രമണം നടത്താൻ എത്തുമ്പോൾ, അവർ മരണപ്പെടുമ്പോൾ അവർ ഭീകരവാദികളായി പ്രഖ്യാപിക്കുകയാണ് പാകിസ്ഥാൻ. ആ ഒരു രീതി തന്നെ പാകിസ്ഥാന്റെ പിന്തുണയോടെ ഇന്ത്യയിൽ കയറി ആക്രമിക്കുന്ന ഒരു സംഘടനയെ അവസാന ഘട്ടത്തിൽ കൈയൊഴിഞ്ഞിരിക്കുകയാണോ പാകിസ്ഥാൻ? ഇപ്പോൾ പാകിസ്ഥാന് വേറെ നിവൃത്തിയില്ല, അതുകൊണ്ടാണ് അത് ചെയ്തത്. ഞാനത് വിശദമായിട്ട് പറയാം. അപ്പോൾ അങ്ങനെ ഇന്ത്യക്ക് ഇത് ബോധ്യപ്പെടുത്താൻ പറ്റി. ലോകരാജ്യങ്ങളെല്ലാം നമ്മുടെ പ്രതിനിധി സംഘം എവിടെയെല്ലാം പോയി സന്ദർശനം നടത്തിയോ അവിടെയെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മുടെ ഭാഗം ന്യായീകരിക്കാനും തെളിവ് സഹിതം ഇതൊക്കെ ബോധ്യപ്പെടുത്താനും പറ്റി. നമ്മളെന്താ പറഞ്ഞത്? ഓപ്പറേഷൻ സിന്ദൂരിൽ ഞങ്ങൾ ഒരു രാജ്യത്തെ ആക്രമിച്ചില്ല, ഞങ്ങളെ ആക്രമിച്ച ഭീകരന്മാരുടെ താവളം തകർത്തു, അവരെ കൊലപ്പെടുത്തി, അവരെ വധിച്ചു. ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് ഇനി ഞങ്ങളെ ആക്രമിച്ചാലും ശരി, ഞങ്ങൾ അവിടെ എത്തും, അവരെ തീർക്കും. വളരെ ക്ലിയറാണ്. ഇതിന് എന്ത് മറുപടി പറയും? അപ്പോൾ ലോകം മുഴുവനും ഇന്ത്യയെ അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂരിനെ അനുകൂലിച്ച് രംഗത്ത് വന്നപ്പോൾ അമേരിക്കയ്ക്ക് വേറെ വഴിയില്ല. മാത്രമല്ല, ഈ പാകിസ്ഥാൻ പറയുന്നുണ്ട് ലഷ്കർ-ഇ തോയ്ബയെ ഞങ്ങൾ 15 കൊല്ലം മുമ്പ് തീർത്തതാണ്, 20 കൊല്ലം മുമ്പ് തീർത്തതാണ്, അങ്ങനൊരു സംഘടന ഇപ്പോഴില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പല പേരുകളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം ഇന്ത്യക്കുള്ളിലും അവർ നുഴഞ്ഞു കയറി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയിൽ ഒരു 10 വർഷം മുമ്പേ ഉണ്ടായിരുന്ന ഒരു ഭീകര സംഘടനയാണ് ഇന്ത്യൻ മുജാഹിദീൻ. നമ്മുടെ ഈ കർണാടക പ്രദേശത്തൊക്കെ അവർ പ്രവർത്തിച്ചിരുന്നു. കർണാടകയിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിലും ഒക്കെ ഉണ്ടായിരുന്നു. പല സ്ഥലത്തും അവർ പ്രവർത്തിച്ചിരുന്നു. കർണാടകയിലെ ഭട്കൽ ഗ്രാമം ഈ ഇന്ത്യൻ മുജാഹിദീൻ്റെ ഒരു പ്രവർത്തന കേന്ദ്രമായിരുന്നു. ഭട്കൽ സഹോദരന്മാർ എന്നറിയപ്പെടുന്ന റിയാസ് ഭട്കലിനെയൊക്കെ പോലുള്ളവർ ഇതിൻ്റെ സജീവ ആൾക്കാരായിരുന്നു. അവർ പല ബോംബ് സ്ഫോടനങ്ങളും പല കുഴപ്പങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടാക്കി. ഇപ്പോൾ അവരെ എല്ലാം കൃത്യമായിട്ട് അമർച്ച ചെയ്തു. ഇന്ന് ആ സംഘടനയ്ക്ക് ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കാൻ ഒരു തരത്തിലും സാധ്യമല്ല. അവർക്ക് ആളുമില്ല, അർത്ഥവുമില്ല, ഒരു പ്രവർത്തനവുമില്ല. ആ തരത്തിലേക്ക് അതിനെ പൂർണ്ണമായിട്ടും നമ്മൾ ഇല്ലായ്മ ചെയ്തു, അമർച്ച ചെയ്തു.
അപ്പോൾ അങ്ങനെ ഈ ലഷ്കർ ഇ തോയ്ബ പേര് മാറ്റി, ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ഇന്ത്യൻ പതിപ്പാണ് ഈ ഇന്ത്യൻ മുജാഹിദീൻ. അവർ പല പേരുകളിൽ, ജെയ്ഷെ മുഹമ്മദ് അവരുടെ തന്നെ മറ്റൊരു രൂപമാണ്. അതുപോലെ ഈ ലഷ്കർ ഇ തോയ്ബയ്ക്ക് നമുക്കറിയാം, ഇന്ത്യ അതിനെതിരെ തെളിവുകൾ കൊടുക്കുകയും ഐക്യരാഷ്ട്രസഭ, രക്ഷാ കൗൺസിൽ കൃത്യമായിട്ട് അവരെ ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തതാണ്. അത് അമേരിക്കയ്ക്കും ഒക്കെ അത് അംഗീകരിക്കാതിരിക്കാൻ സാധ്യമല്ല. ഈ 2008 നവംബറിലെ മുംബൈ 26/11 മുംബൈ അറ്റാക്ക്, മുംബൈ ആക്രമണത്തിൽ ലഷ്കർ ഇ തോയ്ബയാണ് LET ആണെന്നുള്ളത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിവരങ്ങൾ പുറത്തുവിട്ടതും ലോകത്തിന് കൈമാറിയത്. അതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അതിനെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഡോക്ടർ തഹാവൂർ റാണെ പാക് സൈന്യത്തിലൊരംഗമാണ്. അതുപോലെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, അയാൾ സയ്യിദ് എന്നാണ് അയാളുടെ ശരിക്കുള്ള പേര്. പക്ഷേ ഇപ്പോഴും അറിയുന്ന അയാളൊരു അമേരിക്കൻ വംശജനാണ്. ഇപ്പോഴും അറിയപ്പെടുന്നത് ഒരു പാക് നയതന്ത്ര ഉദ്യോഗസ്ഥനും മുതിർന്ന ഉദ്യോഗസ്ഥനും ഒരു അമേരിക്കൻ ലേഡിയിൽ ജനിച്ച മകനാണ്. അയാളും തഹാവൂർ റാണയും കൂടി പാകിസ്ഥാനിൽ ഒരുമിച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആൾക്കാരാണ്. ഇവർ രണ്ടുപേർക്കും പാക് സൈന്യവുമായിട്ട് ബന്ധമുണ്ട്. തഹാവൂർ റാണ പാക് സൈന്യത്തിലൊരു ഡോക്ടറായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ലഷ്കർ ഇ തോയ്ബയ്ക്ക് വേണ്ടി മുംബൈ അറ്റാക്ക് ആസൂത്രണം ചെയ്തതെന്നുള്ളത് ഇപ്പോൾ പകൽ പോലെ തെളിഞ്ഞു അല്ലേ. അങ്ങനെ നിവർത്തികെട്ടാണ് ഈ അമേരിക്ക LET നിരോധിക്കാനും അതിനെതിരെ നടപടികൾ എടുക്കാനും ഒക്കെ തയ്യാറായത്. അത് അമേരിക്കയ്ക്കും അപകടമാണ്, അവർക്കും അറിയാം. ഈ ഹെഡ്ലി ഇപ്പോൾ അമേരിക്കയിലെ ജയിലിൽ കിടക്കുകയാണ്. അമേരിക്കൻ ജയിലിൽ കിടന്ന തഹാവൂർ റാണയെ ഇന്ത്യയുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഇങ്ങോട്ടേക്ക് വിട്ടു തന്നു. ഇത്രയേറെ തെളിവുകൾ ഉള്ളപ്പോൾ പിന്നെ ഇനി എങ്ങനെയാണ് അമേരിക്ക ഈ ഇന്ത്യൻ നടപടികളെ അനുകൂലിക്കാതിരിക്കുന്നത്? ഏറ്റവും പുതുതായിട്ട് ഈ പഹൽഗാം അറ്റാക്ക് നടത്തിയ TRF, ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ലഷ്കർ ഇ തോയ്ബയുടെ നിഴൽ സംഘടനയാണ്, ഒരു മുഖംമൂടിയാണ് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതിൻ്റെ തെളിവ് വളരെ കൃത്യമായിട്ട് ഈ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് സന്ദർശനം നടത്തിയ ഇന്ത്യൻ സംഘം കൃത്യമായിട്ട് എല്ലാ രാജ്യങ്ങൾക്കും കൈമാറി. അല്ലാതെ വെറുതെ നമ്മൾ ചുമ്മാ ഇവിടെ ഇരുന്ന് കൂവി വിളിക്കുകയല്ല, കൃത്യമായിട്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് തെളിവ് സഹിതം കാര്യങ്ങൾ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനൊരു ഒരു സാഹചര്യം വരുമ്പോൾ ഈ അമേരിക്കയ്ക്ക് ഈ TRFനെ നിരോധിക്കാതിരിക്കാൻ സാധ്യമല്ല. ഇനി അമേരിക്ക നിരോധിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അത് ഏറ്റുപാടേണ്ടി വരും. കാരണം ഇന്ന് പാകിസ്ഥാൻ എല്ലാവിധ സാമ്പത്തിക സഹായവും കിട്ടുന്നത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്ക പാകിസ്ഥാനിലെ ധാതു സമ്പത്തുകളെയും മറ്റും ലക്ഷ്യം വെച്ച് ഏഷ്യയിൽ ചൈനയെയും ഇന്ത്യയെയും റഷ്യയെയും ഒക്കെ വരുതിക്ക് നിർത്തണമെങ്കിൽ അവർക്കവിടെ ഒരു ബേസ് വേണം. ആ ബേസായിട്ട് പാകിസ്ഥാനെ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട് ഇറാനെ ഒതുക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക പാകിസ്ഥാൻ്റെ സഹായമാണ് തേടിയിരിക്കുന്നത്. ഇറാനോട് വലിയ ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ച പാക് സർക്കാരും സൈനിക നേതൃത്വവും അവിടുത്തെ ഭരണകൂടവും ഒക്കെ ഒറ്റ രാത്രി കൊണ്ടാണ് പ്ലേറ്റ് തിരിച്ച് അമേരിക്കയ്ക്ക് വേണ്ടി അവിടെ എയർബേസുകൾ ഒരുക്കി കൊടുത്തത് ഇറാനെ ആക്രമിക്കാൻ. എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ അവരുടെ നിലനിൽപ്പ് അമേരിക്കയുടെ ഒരു ദയാദാക്ഷിണ്യങ്ങൾക്ക് വിധേയമാണ്. അമേരിക്ക കനിഞ്ഞാൽ മാത്രമേ IMFൻ്റെ ഫണ്ട് വരുള്ളൂ, വായ്പകൾ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ സാമ്പത്തിക ഉപരോധം പാകിസ്ഥാനെതിരെ വരാതിരിക്കണമെങ്കിലും അമേരിക്ക കനിയണം. അമേരിക്കയുടെ ഇടപെടലുകൾ ഇല്ലെങ്കിൽ, അമേരിക്ക കണ്ണടച്ചാൽ പാകിസ്ഥാനെതിരെ ലോകം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തും. അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും പാകിസ്ഥാനെ സംബന്ധിച്ച്. ഈ IMFൻ്റെയും ലോകബാങ്കിൻ്റെയൊക്കെ വായ്പ കിട്ടിയില്ലെങ്കിൽ പാകിസ്ഥാന് കൊടും പട്ടിണിയും കടുത്ത ദാരിദ്ര്യവും പാകിസ്ഥാനെ വിഴുങ്ങും. പാകിസ്ഥാൻ മറ്റൊരു സൊമാലിയയായി മാറും. ജനം പട്ടിണി കൊണ്ട് തെരുവിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന കാഴ്ച ലോകം കാണും. അങ്ങനൊരു ദുരിതത്തിലേക്ക് പോകാതെ പാകിസ്ഥാനെ രക്ഷിക്കണമെങ്കിൽ നമുക്ക് കണ്ടിട്ടുണ്ട്, ഈ ട്രംപ് പാകിസ്ഥാൻ സന്ദർശിക്കും എന്ന വാർത്തകൾ തന്നെ ഇടക്കാലത്ത് വരുന്നു. അസീം മുനീറിന് വലിയ സ്വീകരണം ലഭിക്കുന്നു. അതല്ല ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കുമോ ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോഴും? ഒരു പ്രതിസന്ധിയും ഇന്ത്യക്കില്ല. ഇന്ത്യ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്തുണ്ട്. ഇനി അമേരിക്ക ആണെങ്കിലും റഷ്യ ആണെങ്കിലും ചൈനയാണെങ്കിലും ആരാണെങ്കിലും ശരി, ഞങ്ങളോട് കളിക്കാൻ വരണ്ട. സൗഹൃദമാണെങ്കിൽ സൗഹൃദം, തെറ്റിയാൽ ഞങ്ങൾ തെറ്റി.
ഒരു സംശയവും വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വന്ന് ആരെയും ഉപദ്രവിക്കില്ല, ഞങ്ങൾ ആരോടും യുദ്ധത്തിനില്ല, ആരൊക്കെ തമ്മിൽ യുദ്ധം ചെയ്താലും ഞങ്ങൾ അതിൻ്റെ പക്ഷം പിടിക്കാനില്ല. വളരെ കൃത്യമാണ് ഇന്ത്യയുടെ നയതന്ത്രം. അവിടെ ഈ പറഞ്ഞതുപോലെ ട്രംപ് അസിം മുനീറിനെ വിളിച്ച് വിരുന്ന് കൊടുത്താലും ശരി, ഷീ ജിൻപിങ്ങിനെ വിളിച്ച് വിരുന്ന് കൊടുത്താലും ശരി, നാളെ പിന്നെ നമ്മുടെ ഉത്തര കൊറിയയുടെ ഭരണാധികാരി കിങ് ജോങ് ഉണ്ടല്ലോ, അയാളോട് നാളെ തോളി കൈയിട്ടാലും ശരി, ഞങ്ങൾക്കിതൊന്നും ഒരു വിഷയമല്ല. ഞങ്ങളെ ഉപദ്രവിക്കാൻ വരരുത്. ഉപദ്രവിക്കാൻ വന്നാൽ ഞങ്ങളത് തിരിച്ചടിക്കും, അത് സംശയമില്ല. അത് അമേരിക്ക ആയാലും റഷ്യ ആയാലും പാകിസ്ഥാനായാലും ആരായാലും അക്കാര്യത്തിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസും ഇല്ല. ഇത് ഇന്ത്യയുടെ ഈ ഒരു സ്റ്റാൻഡാണ് ഇന്ത്യയെ വെറുപ്പിക്കേണ്ട, ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പോകുന്നതാണ് നല്ലത്. അമേരിക്കയുടെ ഒരു വലിയ വിപണിയാണെന്നേ ഇന്ത്യ. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരവും മറ്റു ബന്ധങ്ങളും ഒന്നും അമേരിക്കയ്ക്ക് അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് കാറ്റിൽ പറത്താൻ പറ്റില്ല. അമേരിക്കയെ അത് വലിയ തോതിൽ ബാധിക്കും. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൊബൈൽ ഫോണുകൾ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയാൽ ഇപ്പോഴുള്ളതിൻ്റെ 3 ഇരട്ടി വില കൊടുക്കണം. അതുപോലെ തന്നെ മറ്റു പലതും. ഇപ്പോൾ ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിൽ ഉൽപ്പാദനം ആരംഭിക്കുമ്പോൾ അമേരിക്കയിൽ ടെസ്ലയുടെ വില 1/3 കുറയും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് കയറ്റി അയക്കുന്നതാണ്. ഒന്ന് ആലോചിക്കണം. ഇവിടെ നിർമ്മിച്ചിട്ട് ആ സാധനം അങ്ങോട്ടേക്ക് കയറ്റി അയക്കുകയാണ്. അമേരിക്കൻ കമ്പനി തന്നെയാണ് ഇത് നിർമ്മിക്കാൻ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. ഇത് അമേരിക്കയിലിട്ട് നിർമ്മിച്ചാൽ കൊടുക്കുന്ന വിലയുടെ 1/3 കൊടുത്താൽ മതി ഇന്ത്യയിൽ നിന്ന് അത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു. ഇതൊക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിനോടൊന്നും അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പോകുന്നതാണ് അമേരിക്കയ്ക്ക് നല്ലത്. അതുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെ അമേരിക്കയ്ക്ക് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല. നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞല്ലോ, ഇത് പഴയ ഇന്ത്യ അല്ല. അത് അമേരിക്കയ്ക്ക് മനസ്സിലായി. ഇന്ത്യയിലെ ആൾക്കാർക്ക് അത് എത്ര മനസ്സിലായി എന്ന് നമുക്കറിയില്ല. രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർക്ക് ഇത് പഴയ ഇന്ത്യ അല്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകും. പക്ഷെ അമേരിക്കയ്ക്ക് വളരെ കൃത്യമായിട്ട് അത് തിരിച്ചറിഞ്ഞു. ഇത് പഴയ ഇന്ത്യ അല്ല, ഇത് പുതിയ ഇന്ത്യയാണ്. ഈ ഇന്ത്യയോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെയാണ് അവർ വളരെ കൃത്യമായിട്ട്. പിന്നെ ഈ ഭീകരവാദം എന്തൊക്കെ പറഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ അമേരിക്കയ്ക്കും ബുദ്ധിമുട്ടായിട്ട് വരുമെന്ന് അവർക്കറിയാം. അവർ കണ്ടതാണല്ലോ. ഈ പിന്നെ ട്വിൻ ടവർ തകർത്തതും അമേരിക്കയ്ക്ക് അത് മൂലം ഉണ്ടായ നാശനഷ്ടങ്ങളും വെല്ലുവിളിയും ഒക്കെ അവർ അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് ഈ പാകിസ്ഥാനാണ്. അൽ ഖ്വയ്ദയ്ക്കും ഒസാമ ബിൻ ലാദനും ഒക്കെ തങ്ങളുടെ മണ്ണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് തുറന്നു കൊടുത്തത് പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാനെ വിശ്വസിക്കരുതെന്നും ഈ പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളെ വളരെ കൃത്യമായിട്ട് ഒതുക്കിയില്ലെങ്കിൽ അത് ലോകത്തിന് മുഴുവൻ അപകടമാണെന്നും അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് അവരുടെ ഈ മാർക്ക് റൂബിയോ അദ്ദേഹം ഇതിനെതിരെ TRFനെതിരെ ശക്തമായ നിലപാടുമായിട്ട് രംഗത്ത് വന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.